നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് ഈ നിശബ്ദത? കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരോട് പൊതുജനങ്ങൾ ചോദിച്ച ചോദ്യമാണിത്. നോട്ട് നിരോധനം മുതൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളിൽ വ്യക്തമായ പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ നടത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതിന്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ്. ഇപ്പോഴിതാ ഒരു കലക്കൻ മറുപടി എന്ന രീതിയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുന്നോട്ട് വന്നിരിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. നവംബർ 5 മുതൽ 15 വരെ രാജ്യവ്യാപകമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വരികയാണ്. ഇത് ആർജവമാണ്. ഇങ്ങനെയുള്ള ഒരു പ്രതിപക്ഷം തന്നെയാണ് രാജ്യത്ത് ഉയർന്നു വരേണ്ടത്. കാരണം കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ നിങ്ങൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ പാർട്ടി ഓഫീസുകളിൽ കയറി അവർ അമ്മാനമാടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പ്രതികരിക്കേണ്ടത് പ്രതിപക്ഷത്തിനും പൊതുജനങ്ങൾക്കും നല്ലത് തന്നെയാണ്. അതുകൊണ്ട് മുന്നോട്ട് വരിക. കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. 5 മുതൽ 15 വരെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ആദ്യം ജില്ലാ ആസ്ഥാനങ്ങളിൽ ശക്തമായ പ്രതിഷേധം മുന്നോട്ട് വെക്കും. അത് കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് പോലെയുള്ള പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് വെക്കും. എല്ലാത്തിനും ഒടുവിൽ സംസ്ഥാന തലസ്ഥാനത്ത് ഗംഭീര പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വരികയാണ്. എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനത്ത് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരുന്നു. അത് കഴിഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ ഓരോ നടപടികളിലും വ്യക്തമായ രീതിയിലുള്ള പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. ഇത് അഭിനന്ദനാർഹമാണ്. എന്തായാലും ഈ നീക്കത്തിന് പൊതുജനങ്ങൾ കൈയടിക്കുക തന്നെ ചെയ്യും. ആദ്യം പ്രതിപക്ഷമാവുക, പിന്നീട് നമുക്ക് ഭരണപക്ഷമാകാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.